അപ്പോൾ ബസ്സേ പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് അഡീഷണലായിട്ട് അവരൊരു മാമോദിസ മുക്കും. വാ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതെന്നെ പ്രത്യേക പേര് കിട്ടണേ എങ്ങനെ നമ്മൾ കാലം ബസ്സേ ഞാൻ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബസ്സേ പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് അഡീഷണലായിട്ട് അവരൊരു മാമോദിസ മുക്കും. ആ മാമോദിസ പേരാണ് സൂത്രൻ എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ എന്നാ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലും ആൾക്കാർ പറയുന്നത് സൂത്രൻ്റെ ചായക്കടയിൽ എടാ സൂത്രൻ്റെ ചായക്കടയിൽ എടാ എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്നായിട്ടായിട്ടും അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ക്യാമറ ബോർഡുകാരൻ ഇങ്ങനെ പരസ്യം തരാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്നാ പേരിടണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് 3 പെൺകുട്ടികൾ. അപ്പോൾ പെമ്പിളാർ പേരിടാൻ അവളുമാർ സമ്മതിക്കില്ല. എന്നാൽ അത് വേണ്ട എന്നിങ്ങനെ ആലോചിച്ച് എന്നെ ഇടണം, ഇങ്ങനെ മേരിമാത ഇടണം, സെൻറ്റ് ജോർജ്, ഇങ്ങനെ ഒരുപാട് പേരുകളിങ്ങനെ വന്നു. അപ്പോൾ അതൊന്നുമായിട്ട് വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കസേരയിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇരിക്കുന്നു. അവന് ഫോൺ കോൾ വരുന്നു. അപ്പോൾ അവൻ വിളിച്ചു നീ പറഞ്ഞാൽ ഞാൻ ഈ സൂത്രൻ്റെ ചായക്കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടന് പറഞ്ഞു ചേട്ടാ ഒന്നും ആലോചിക്കണ്ട, സൂത്രൻ്റെ ചായക്കടയിൽ നിന്ന് ഇട്ടേരെ. നമ്മളിപ്പോൾ എന്നായിട്ടാലും ഇവന്മാർ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണ് ഈ സൂത്രൻ്റെ ചായക്കട എന്നുള്ള പേര്. നമ്മൾ കാട്ടിക്കടി ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമായിരുന്നു. അടിപൊളി വൈബല്ലേ ഈ കട? നിങ്ങളെല്ലാവരും പരിചയമുള്ള കടയായിരിക്കും. സ്ഥലം മനസ്സിലായില്ലേ? ഇതാണ് കട. ചേട്ടായി നമുക്ക് നല്ല ചൂടി ചായ ഇടാനുള്ള പരിപാടിയാണേ. ചായ കുടിക്കാറുണ്ട്. നേരത്തെ അവിടെ ഞാൻ വേറൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോർണറിൽ ആ കോർണറിൽ ഇങ്ങനെ നമ്മൾ വലിയ ഹോട്ടലിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ബൈമാരെ ഇങ്ങനെ ബോർഡ് കാണിക്കാൻ നിർത്തുന്നേക്കുന്നത്, ഹോട്ടലിൽ നല്ല ബോർഡ് കാണിക്കാൻ ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കില്ലേ വണ്ടികൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫിറ്റിങ്സിൽ ഞാൻ അവിടെ ഇങ്ങനെ കിണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബൈക്കിലൊരു ബക്കറ്റാണ്. അവിടെ ഓസിൻ്റെ അകത്തൊരു ബക്കറ്റിൻ്റെ അത് വെള്ളം ചാടുമ്പോൾ ഇരീറ്റൽ ഇങ്ങനെ കറക്റ്റ് സീസൺ മോഡലിലേക്ക് ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് വെയിറ്റ് ആയിരിക്കണം. എൻ്റെ ബൈക്കിൽ ബക്കറ്റ് വെക്കും, ഫ്രണ്ടിൽ ആ ബക്കറ്റിൻ്റെ അത്രയും ഇത് വെക്കും, ബോർഡ് വെക്കും. അപ്പോൾ ഈ 2 ബോർഡ് വെച്ച് കഴിയുമ്പോൾ ഈ പൈപ്പേ കൂടെ നമ്മൾ വേറൊരു അഡീഷണൽ ഓസ് ഘടിപ്പിക്കും. ഓസിൻ്റെ അകത്തോട്ട് ഈ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം ചാടും. അപ്പം ബക്കറ്റ് ഭാരം കൂടൂലേ, അപ്പം ബക്കറ്റ് ഇങ്ങനെ പൊങ്ങും. ബക്കറ്റ് അങ്ങ് പൊങ്ങി കഴിയുമ്പോൾ ബോർഡ് ഇങ്ങനെ ബക്കറ്റ് കാണുമ്പോൾ ബോർഡ് പൊങ്ങും. ബോർഡ് ഇങ്ങനെ പൊങ്ങും. അപ്പോൾ അടിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ബക്കറ്റിനൊരു സ്റ്റേ വലിച്ചിട്ടുണ്ട്. ആ സ്റ്റേ മുഖാന്തരം ബക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മറിയും. അന്നേരം ബോർഡിന് വെയിറ്റ് വരും, ഇപ്പം താഴും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വണ്ടി വരുമ്പോൾ എൻ്റെ കൂടെ ബസ് പോണതാ പോണേ ഡ്രൈവർ. അതാ ഓടിച്ചിട്ട് ഞങ്ങളെ ഒന്നിച്ച് പോണതാ.